نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وآله وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ആദരണീയരായ വിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് ജീവിതം നയിക്കണമെന്ന് എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റഹ്മാനായ റബ്ബ് വിശുദ്ധ ഖുർആനിലൂടെ ഈ ജീവിതത്തിൽ നമ്മെ പരീക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് പറയുകയുണ്ടായി. വനബ്ലുവകും ബിശ്ശർരി വൽ ഖൈർ, നാം നിങ്ങളെ ശർറ് കൊണ്ടും ഖൈറ് കൊണ്ടും ഒക്കെ പരീക്ഷിക്കും. ഫിത്നതൻ, പരീക്ഷണമായ നിലക്ക്. വഇലൈനാ തുർജഊൻ, നിങ്ങൾ എന്നിലേക്കാണ് മടക്കപ്പെടുന്നത്. നമ്മുടെ ജീവിതത്തിൽ സുഖങ്ങൾ കൊണ്ടും സൗകര്യങ്ങൾ കൊണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പരീക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വ്യത്യസ്തമായ പ്രയാസങ്ങൾ, ധനനഷ്ടം കൊണ്ടും ശാരീരികമായ ബുദ്ധിമുട്ടുകൾ കൊണ്ടും അങ്ങനെ വ്യത്യസ്തമായ പ്രയാസങ്ങളിലൂടെ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ പരീക്ഷിക്കുന്നുണ്ട്. ആ പരീക്ഷണത്തിൽ ക്ഷമയോടുകൂടെ മോശപ്പെട്ട സംസാരങ്ങളോ പ്രവർത്തനങ്ങളോ ഇല്ലാതെ റബ്ബിൽ തൃപ്തിപ്പെട്ടുകൊണ്ട്, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിയിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് ക്ഷമക്ക് തുരങ്കം വെക്കുന്ന പ്രവർത്തനങ്ങളൊന്നും കടന്നു വരാതിരിക്കുക എന്നത് വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം അത് നമ്മളുടെ ബാധ്യതയാണ്. എന്നാൽ നമ്മളുടെ സഹോദരന്മാർക്ക് അത്തരത്തിൽ ഒരു പ്രയാസം വരുമ്പോൾ, രോഗമായി മറ്റ് ബുദ്ധിമുട്ടുകളായി പ്രയാസങ്ങൾ വരുമ്പോൾ അവരെ ആശ്വസിപ്പിക്കുകയും അവരെ സന്ദർശിക്കുകയും വേണ്ട പരിചരണങ്ങൾ കൊടുക്കുകയും ചെയ്യുക എന്നതും നമ്മെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ബാധ്യതകളിൽപ്പെട്ടതാണ്. കഴിഞ്ഞ ഖുതുബകളിലൂടെ നാം കേട്ടതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസികൾക്കിടയിൽ പരസ്പരം പാലിക്കേണ്ട കടമകളെ സംബന്ധിച്ച് നാം മനസ്സിലാക്കി.
അതിൽപ്പെട്ട അഞ്ചാമത്തെ കാര്യമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വഇദാ മരിദ ഫഅദ്ഹു. മുസ്ലിമായ നിന്റെ സഹോദരൻ രോഗിയായാൽ അവനെ നീ സന്ദർശിക്കേണ്ടതുണ്ട്. അപ്പൊ രോഗം പരീക്ഷണമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമ്പോ ആ പരീക്ഷണത്തിൽ ക്ഷമ കൈക്കൊള്ളാനും ആ പരീക്ഷണത്തിൽ നമ്മളുടെ നാവ് കൊണ്ടോ സംസാരങ്ങൾ കൊണ്ടോ മറ്റിതര സഹായങ്ങൾ കൊണ്ടോ ഒക്കെ അവർക്കൊരു ബലം കൊടുക്കാനും നമുക്ക് സാധിക്കുക എന്നത് വളരെ വലിയ പ്രതിഫലാർഹമായ കാര്യമാണ്. പണ്ഡിതന്മാരിൽ ബഹുഭൂരിപക്ഷവും പറയുന്നത് ഇത് വളരെ പ്രതിഫലം ലഭിക്കുന്ന സുന്നത്താക്കപ്പെട്ട ഒരു കർമ്മമാണ് എന്നാണെങ്കിൽ, മറ്റു ചില പണ്ഡിതന്മാർ പറയുന്നത് ഇത് ഫർദു കിഫായയാണ്. അഥവാ ഒരു വിഭാഗം ആളുകൾ ചെയ്തിട്ടില്ല എങ്കിൽ എല്ലാ ആളുകളും അതിന്റെ പേരിൽ ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥയുണ്ടായിത്തീരുമെന്നാണ് പണ്ഡിതന്മാരിൽ ചിലർ അഭിപ്രായപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു സഹോദരന് ഇത്തരത്തിലൊരു പ്രയാസം നേരിടുമ്പോ, ബുദ്ധിമുട്ട് നേരിടുമ്പോ അവന്റെ അവസ്ഥ പരിഗണിച്ചുകൊണ്ട് അവനെ അന്വേഷിക്കുകയും പരിചരിക്കുകയും ചെയ്യുക എന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവമേറിയ കാര്യമാണ്. കഴിഞ്ഞ ഖുതുബയിൽ നാം കേട്ടതുപോലെ നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളോട് ചോദിക്കുമെന്നാണ്, ഞാൻ രോഗിയായിട്ട് നിങ്ങൾ എന്നെ സന്ദർശിച്ചില്ലല്ലോ. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അവർ മറുപടി പറയും, റബ്ബേ നീ എങ്ങനെയാണ് രോഗിയായി തീരുക? ഈ കാണുന്ന രോഗങ്ങളുടെയൊക്കെ റബ്ബാണ് നീ, അങ്ങനെയുള്ള നീ എങ്ങനെ രോഗിയായി തീരും? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മറുപടി ഹദീസിൽ കാണാം, എന്റെ ഇന്ന ഒരടിമ അവൻ രോഗിയായി തീർന്നു, പക്ഷെ നീ അവനെ സന്ദർശിച്ചില്ല. നീ അവനെ സന്ദർശിച്ചിരുന്നെങ്കിൽ അവന്റെ പൊക്കൽ, അവന്റെ സമീപത്ത് എന്നെ നിനക്ക് കാണാമായിരുന്നു. കേട്ടോ? അപ്പൊ ഇത്ര വലിയ മഹത്തരമായ പ്രതിഫലമാണ് അതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വെക്കുന്നത്. അല്ലെങ്കിൽ അത് വളരെ വലിയൊരു ബാധ്യതയാണ് എന്നാണ് ഈ ഹദീസ് നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി നാം തിരിച്ചറിയേണ്ടതുണ്ട്. മാത്രമല്ല, മറ്റ് ഇതര റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ വരുത്തിയാൽ അതിന്റെ പ്രാധാന്യം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മാ മിൻ മുസ്ലിമിൻ, ഏതൊരു മുസ്ലിം ആയിക്കൊള്ളട്ടെ, യഊദു മുസ്ലിമൻ ഖുദ്വതൻ, അവൻ തന്റെ സഹോദരനായ മുസ്ലിമിനെ സന്ദർശിക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ പ്രഭാതത്തിലാണ് അവനെ സന്ദർശിക്കാൻ വേണ്ടി പോകുന്നതെങ്കിൽ 70,000 മലക്കുകൾ ഈ മനുഷ്യന് വേണ്ടി സ്വലാത്ത് നിർവഹിക്കും, ഹത്താ യുംസിയ, ഇയാൾ പ്രദോഷമായി തീരുന്നത് വരെ. അപ്പൊ പ്രഭാതത്തിലാണ് നമ്മൾ നമ്മളുടെ സഹോദരന്റെ രോഗ സന്ദർശനത്തിന് വേണ്ടി അയാളുടെ അടുക്കിലേക്ക് പോകുന്നതെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 70,000 മലക്കുകളെ നിശ്ചയിച്ചിരിക്കുകയാണ്. ഈ പറയപ്പെട്ട പ്രതിഫലാർഹമായ പ്രവർത്തനം നമ്മൾ ചെയ്യുമ്പോ നമുക്ക് വേണ്ടി സ്വലാത്ത് നിർവഹിക്കാൻ വേണ്ടി 70,000 മലക്കുകളെ നിയമിക്കുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഇനി നമ്മൾ പോകുന്നത് പ്രദോഷത്തിലാണെങ്കിലോ അതും ഹദീസിന്റെ ബാക്കി കാണാം, നമ്മൾ സന്ദർശിക്കാൻ പോകുന്നത് പ്രദോഷത്തിലാണ്, വൈകുന്നേരമാണ് എങ്കിൽ പ്രഭാതമായി തീരുന്നത് വരെ ഈ മനുഷ്യന് ഈ നിലക്ക് മലക്കുകൾ സ്വലാത്ത് നിർവഹിക്കുമെന്നാണ്. കേട്ടോ? എത്ര വലിയ പ്രതിഫലമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നേടിയെടുക്കാൻ സാധിക്കുന്നത്. അപ്പൊ കേവലം നാട്ടുനടപ്പനുസരിച്ച് നമ്മൾ അവരെ പോയി കണ്ടില്ലെങ്കിൽ, അവൻ രോഗിയായി കിടന്നിട്ട് അവനെ ഒന്ന് സന്ദർശിച്ചില്ലെങ്കിൽ അവൻ എന്ത് വിചാരിക്കും? അല്ലെങ്കിൽ എന്റെ സുഹൃത്തുക്കൾ എന്ത് വിചാരിക്കും? മറ്റുള്ളവരെന്ത് വിചാരിക്കും? ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നാട്ടുനടപ്പനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതല്ല, മറിച്ച് റബ്ബ് വാഗ്ദാനം ചെയ്യപ്പെട്ട ഈ വളരെ വലിയ പ്രതിഫലം അത് നമുക്ക് ലഭിക്കണമെന്ന താല്പര്യത്തോടുകൂടെ പ്രവർത്തിക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. മാത്രമല്ല, മറ്റു ചില റിവായത്തുകളിൽ കാണാൻ സാധിക്കും, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മൻ ആദ മരീദൻ ലം യസൽ ഫീ ഖുർഫത്തിൽ ജന്ന. ഒരു രോഗിയെ നമ്മൾ സന്ദർശിക്കുമ്പോൾ ആ സന്ദർശിക്കുന്നത് മുതൽ നാം
ഖുർഫത്തുൽ ജന്നയിലായിരിക്കും, സ്വർഗത്തിന്റെ ഖുർഫയിലായിരിക്കുമെന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. അപ്പോ സഹാബത്ത് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് വമാ ഖുർഫത്തുൽ ജന്ന, പ്രവാചകൻ എന്താണ് ഈ സ്വർഗത്തിന്റെ ഖുർഫ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പ്രവാചകൻ പറയുന്നു, ജനാഹ, അതിന്റെ ജന അഥവാ അതിന്റെ ഫലങ്ങളിലായിരിക്കും മനുഷ്യൻ അത് പറിച്ചെടുത്ത് ഭക്ഷിക്കുന്ന ആ നിലക്ക് വളരെ വലിയ അനുഗ്രഹം നുകർന്നുകൊണ്ട് സ്വർഗത്തിന്റെ ഒരു ഭാഗമായി ഈ മനുഷ്യന് ആ സമയം ചിലവഴിക്കാൻ സാധിക്കുമെന്നാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കുന്നത്. നമ്മൾ ചിലവഴിക്കുന്ന ആ സമയം അത് നമുക്ക് ഒരു വിധത്തിലും നഷ്ടപ്പെടുകയല്ല, മറിച്ച് നമുക്ക് അത് വളരെ വലിയ പ്രതിഫലം ലഭ്യമാകുന്നുണ്ട്. അതുപോലെ തന്നെ ആ സമയം വലിയ അനുഗ്രഹീതമായ ഒരു സമയമായി എണ്ണപ്പെടുമെന്നാണ് ഇവിടെ പഠിപ്പിക്കപ്പെടുന്നത്. മാത്രമല്ല മറ്റു ചില റിവായത്തുകളിൽ കാണാം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ ആദ മരീദൻ നാദാ മുനാദിൻ മിനസ് സമാ, ഒരാള് രോഗിയെ സന്ദർശിക്കുമ്പോ വാനരോഗത്തു നിന്ന് വിളിച്ചു പറയുന്ന ഒരാൾ വിളിച്ചു പറയുമെന്നാണ്. നീ ചെയ്തിരിക്കുന്നത് ഏറ്റവും ഉത്കൃഷ്ടമായ കാര്യമാണ്, അതിവിശിഷ്ടമായ കാര്യമാണ്. നിന്റെ സമയവും സ്ഥാനവും നടപ്പുമൊക്കെ നിനക്ക് പ്രതിഫലാർഹമായ വിശിഷ്ടമായ കാര്യമായി തീർന്നിരിക്കുന്നു. സ്വർഗത്തിൽ നിന്ന് ഒരു സ്ഥാനം നീ ഇതാ കരസ്ഥമാക്കിയിരിക്കുന്നു എന്ന് ആകാശലോകത്തു നിന്ന് വാനലോകത്തു നിന്ന് വിളിച്ചു പറയുന്ന ഒരാൾ വിളിച്ചു പറയുമെന്നാണ്. ചിന്തിച്ചു നോക്കുക, എത്ര വലിയ സ്ഥാനം നേടിയെടുക്കാൻ സാധിക്കുമെന്നാണ് ഈ പഠിപ്പിച്ചു നൽകുന്നത്, പറഞ്ഞു നൽകുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ ഈ ഒരു സുന്നത്തിന്റെ വലുപ്പം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. സലഫുകളുടെയൊക്കെ ജീവിതം പരിശോധിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ അവർ ഈ വിഷയത്തിൽ വളരെ ഗൗരവം കാണിച്ചിരുന്നു. മഹാനായ അഅ്മശ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, കുന്നാ നഖഉദു ഫിൽ മജ്ലിസ്, ഞങ്ങൾ ദീൻ പഠിക്കുന്നതിന് വേണ്ടി മജ്ലിസുകളിൽ ഇരിക്കുമായിരുന്നു, സദസ്സുകൾ സംഘടിപ്പിക്കുമായിരുന്നു. ഫഇദാ ഫഖദ്ന അർറജുല സലാസത അയ്യാം, അങ്ങനെ ആ സദസ്സുകളിലേക്ക് സ്ഥിരമായി കടന്നു വന്നിരുന്ന ഒരു മനുഷ്യൻ 3 ദിവസം ആ മനുഷ്യനെ കാണാതായി കഴിഞ്ഞാൽ സഅൽനാ അൻഹു, ഞങ്ങൾ അയാളെ കുറിച്ച് ചോദിക്കും, അയാൾ എവിടെ പോയി എന്ന് അന്വേഷിക്കും. വഇൻ കാന മരീദൻ, അയാൾ രോഗിയാണ് എന്ന് ഞങ്ങൾ അറിഞ്ഞാൽ ഉദ്നാ, ഞങ്ങൾ അയാളെ പോയി സന്ദർശിക്കും. കണ്ടോ, സലഫുകളുടെ ചര്യയാണ്, അവരുടെ മാതൃകയാണ്, അവരുടെ ജീവിതത്തിൽ അവർ പിന്തുടർന്നിരുന്ന മഹത്തരമായ സുന്നത്തിന്റെ ഉദാത്തമായ മാതൃകകളാണ്. അവർ പരസ്പരം ചോദിക്കും, അവർ മനസ്സിലാക്കാൻ ശ്രമിക്കും, എന്റെ സഹോദരന് ഞാൻ കൊടുക്കേണ്ട ബാധ്യതകളിൽപ്പെട്ടതാണല്ലോ, എന്നെ കൊണ്ട് അവൻ എന്ത് ചെയ്തു കൊടുക്കാൻ സാധിക്കും എന്നുള്ള ആ ഒരു ചിന്ത, ഈ പറയപ്പെട്ട പ്രതിഫലങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കുന്ന വളരെ വലിയ സുന്നത്താണല്ലോ, അതുകൊണ്ട് അതെനിക്ക് കരസ്ഥമാക്കണമെന്ന ചിന്ത ഇത് സലഫുകളെ സംബന്ധിച്ചിടത്തോളം അവരെ ഉടനടി ആ സ്ഥലത്തേക്ക് പോകാൻ പ്രേരിപ്പിക്കുമായിരുന്നു എന്നാണ് ഈ സംഭവങ്ങളൊക്കെ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. അപ്പൊ നമ്മൾ ഈ സുന്നത്തിന്റെ വലിപ്പം തിരിച്ചറിയണം. അതുപോലെ തന്നെ സഹോദരന്മാരെ, ഇതിന്റെ രണ്ടാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ സഹോദരന്മാരെ സന്ദർശിക്കുന്നതിന് വേണ്ടി നമ്മൾ അവരുടെ വീടുകളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ പാലിക്കേണ്ട മര്യാദകൾ പാലിക്കാൻ നമ്മൾ പരിശ്രമിക്കുകയും ചെയ്യേണ്ടതുണ്ട്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നാട്ടിലൊക്കെ നടക്കുന്ന ഒരു നാട്ടുനടപ്പനുസരിച്ച് ഒന്ന് പോയി കണ്ട് അങ്ങോട്ട് തിരിച്ചു പോരുക എന്നതിനപ്പുറത്തേക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ പഠിപ്പിക്കപ്പെട്ട ഈ സുന്നത്തുകൾ എന്തൊക്കെയായിരുന്നു? പ്രവാചകൻ ഒരു രോഗിയെ സന്ദർശിക്കുമ്പോൾ അവിടുന്ന് ശ്രദ്ധിച്ചിരുന്ന സുന്നത്തുകൾ എന്തൊക്കെയായിരുന്നു? പാലിക്കാൻ പറഞ്ഞ മര്യാദകൾ എന്തൊക്കെയായിരുന്നു? ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇടപെടാൻ സാധിക്കുക എന്നുള്ളതാണ്. അത് ഏറ്റവും സുപ്രധാനമായത്. നമുക്ക് ആ രോഗിക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കുന്ന ഏറ്റവും മഹത്തരമായ ഒരു കാര്യം പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ശരിയാണ്, നമ്മളെ കൊണ്ട് സാമ്പത്തികമായി സഹായിക്കാൻ സാധിക്കുമെങ്കിൽ അയാൾ അതിന് ആവശ്യക്കാരനാണെങ്കിൽ അതൊക്കെ ചെയ്യണം. എന്നാൽ നമുക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ല, നമ്മളുടെ കയ്യിൽ അയാളെ സംബന്ധിച്ചിടത്തോളം അതൊന്നും അയാൾ ആവശ്യമില്ലാത്ത വ്യക്തിയാണ്, നമ്മളുടെ കയ്യിൽ ഒന്നും കൊടുക്കാനില്ല എങ്കിലും എത്ര എളുപ്പത്തിലാണ് നമുക്ക് അയാൾക്ക് ചെയ്യാൻ സാധിക്കുന്ന വളരെ വലിയ ഒരു ഗുണം അയാൾക്ക് വേണ്ടി ചെയ്യാൻ സാധിക്കുന്നത്. ലളിതമായ നിലക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ് പ്രാർത്ഥന എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ആരെയെങ്കിലും ഇത്തരത്തിൽ സന്ദർശിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് പ്രാർത്ഥിക്കുമായിരുന്നുവെന്നാണ്. അല്ലെ, ഈ പ്രാർത്ഥന നമ്മൾ പഠിക്കണം, നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കണം. അത് നമ്മൾ നമ്മളുടെ സുഹൃത്തുക്കൾക്കും സഹോദരന്മാരുമൊക്കെ സന്ദർശിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവരെ കണ്ട് ചിരിച്ച് 2 വർത്തമാനം പറഞ്ഞ് ഇറങ്ങി വരിക എന്നതിനപ്പുറത്തേക്ക് ഈ പ്രാർത്ഥന അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം.
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹ പറയാം, പ്രവാചകൻ കാന യുഅബ്ബിദു ബഅദ അഹ്ലിഹി, തന്റെ ചില കുടുംബക്കാർക്ക് വേണ്ടി അഥവാ തന്റെ ഭാര്യമാർക്കും തന്റെ കുടുംബക്കാർക്കും ഒക്കെ വേണ്ടി പ്രവാചകൻ ഇത്തരത്തിൽ പ്രാർത്ഥിക്കുമായിരുന്നു, റബ്ബിനോട് ശരണം തേടുമായിരുന്നു. യംസഹു ബിയദിഹി, തന്റെ കൈയോടെ വെക്കും. ഈ പ്രയാസം അനുഭവപ്പെടുന്ന സ്ഥലത്ത് പ്രവാചകൻ കൈവെക്കും. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കും, അല്ലാഹുമ്മ റബ്ബന്നാസി അസ്ഹിബിൽ ബഅസ, അല്ലാഹുവേ നീയാണ് ബഅസിനെ മാറ്റുന്നവൻ, പ്രയാസങ്ങളെ, ദുരിതങ്ങളെ, ബുദ്ധിമുട്ടുകളെ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് മനുഷ്യന്മാർക്ക് നിന്ന് അകറ്റുന്നവൻ നീയാണ്. അതുകൊണ്ട് ഈ പ്രയാസത്തെ നീ മാറ്റണമേ റബ്ബേ. നീ മാത്രമല്ല ഈ മനുഷ്യന് നീ പരിപൂർണമായ ശിഫ പ്രദാനം ചെയ്യണമേ. ഇങ്ങനെ തുടങ്ങുന്ന പ്രാർത്ഥന അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കും. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, ഈ പ്രാർത്ഥന നമ്മൾ പഠിക്കുക, അറിയുന്നവർ ഇത് പ്രാർത്ഥിക്കുക, അറിയാത്തവർ ഇത് പഠിക്കുക. എന്നിട്ട് നമ്മളുടെ വിഷയത്തിലാണെങ്കിലും നമ്മളുടെ കുടുംബക്കാരുടേതാണെങ്കിലും നമ്മളുടെ സുഹൃത്തുക്കളുടേതാണെങ്കിലൊക്കെ നമ്മൾ സന്ദർശിക്കാൻ വേണ്ടി പോകുമ്പോ ഈ മഹത്തരമായ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. മറ്റു ചില റിവായത്തുകളിൽ കാണാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചിരുന്ന വേറെ ചില റിവായത്തുകളും കാണാം, വേറെ ചില പ്രാർത്ഥനകളും കാണാം. പ്രവാചകന്റെ ഹദീസിൽ കാണാം, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുക, മൻ ആദ മരീദൻ, പ്രവാചകൻ രോഗിയെ സന്ദർശിച്ചു കഴിഞ്ഞാൽ ലം യഹ്ദുർ അജലുഹു, അയാൾ മരണാസന്നനായിട്ടില്ല എന്ന് പ്രവാചകൻ മനസ്സിലായാൽ പ്രവാചകൻ പ്രാർത്ഥിക്കും, 7 പ്രാവശ്യം അയാളുടെ അടുക്കൽ നിന്ന് പ്രവാചകൻ പറയുമായിരുന്നു, അസ്അലല്ലാഹൽ അസീം റബ്ബൽ അർശൽ അസീം അൻ യശ്ഫിയക, അല്ലാഹുവോട് പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുവേ ഈ മനുഷ്യന് നീ ശിഫ നൽകണേ, രോഗം ശമനമാക്കണമേ എന്ന് പ്രവാചകൻ ഈ പറയപ്പെട്ട വാക്ക് 7 തവണ ആവർത്തിച്ചു പറയുമായിരുന്നു എന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ് കാണാം. എന്നിട്ട് അതിന്റെ അവസാന ഭാഗത്തിൽ പറയുകയാണ്, ഇല്ലാ ആഫാഹു അല്ലാഹു മിൻ ദാലികൽ മറദ്, ഇങ്ങനെ ഒരാൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അള്ളാഹു അയാളുടെ രോഗത്തിൽ നിന്ന് അയാൾക്ക് ശമനം നൽകാതിരിക്കുകയില്ല. കണ്ടോ? അപ്പൊ അതുകൊണ്ട് നമുക്ക് നമ്മളുടെ സഹോദരന് വേണ്ടി ചെയ്യാൻ സാധിക്കുന്ന അതിമഹത്തരമായ ഒരു സുന്നത്താണ് നമുക്ക് ഇത്തരത്തിൽ പ്രാർത്ഥന നിർവഹിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ സഹോദരന്മാരെ, അവർക്ക് ഉപദേശങ്ങൾ നൽകാൻ അഥവാ അവർക്കതിന് ആവശ്യമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ അവർക്ക് ആ സാഹചര്യം പരിഗണിച്ചുകൊണ്ട് ചില ഉപദേശങ്ങൾ നൽകാൻ വേണ്ടി പരിശ്രമിക്കുക എന്നുള്ളതാണ്. ക്ഷമിക്കാൻ വേണ്ടി ആവശ്യപ്പെടുക എന്നുള്ളത്, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഓർമ്മിപ്പിക്കുകയും ഈ ജീവിതം എന്തിനു വേണ്ടി റബ്ബ് നമുക്ക് നിശ്ചയിച്ചു നൽകി എന്നൊക്കെ അവരെ ഓർമ്മിപ്പിക്കുകയും ആ രോഗത്തിൽ ക്ഷമ കൈക്കൊള്ളാൻ വേണ്ടി അവരോട് ആവശ്യപ്പെടുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇതൊക്കെ മര്യാദകളിൽ പഠിപ്പിക്കപ്പെട്ടതാണ്. ഒരിക്കൽ ഉമ്മുൽ അല റളിയല്ലാഹു അൻഹ അവർ പറയുകയാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ സന്ദർശിച്ചു, ഞാൻ രോഗിയാണ്. ആ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു, അബ്ശിരി യാ ഉമ്മുൽ അല, നിങ്ങൾ സന്തോഷിക്കുക ഉമ്മുൽ അലയെ, ഫഇന്ന മറദൽ മുസ്ലിമി യുദ്ഹിബുല്ലാഹു ബിഹി ഖതായാ, കാരണം ഒരു മുസ്ലിമിന് നേരിടുന്ന പ്രയാസം, അവന് നേരിടുന്ന ആ രോഗമുണ്ടല്ലോ, ആ രോഗത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പാപങ്ങളെ പോക്കിക്കളയും. കമാ യുദ്ഹിബുൻ നാറു ഖബസ അസ്സഹബി വൽ ഫിദ്ദ, സ്വർണത്തിൽ നിന്നും വെള്ളിയിൽ നിന്നുമൊക്കെ അഴുക്ക് തീ നീക്കിക്കളയുന്നത് പോലെ അവന്റെ ജീവിതത്തിൽ അവൻ അനുഭവിക്കുന്ന രോഗങ്ങൾ കൊണ്ട് അവന്റെ ജീവിതത്തിൽ നിന്ന് അവന്റെ പാപങ്ങൾ പോക്കിക്കളയുമെന്നാണ്. നമ്മൾ വിചാരിക്കും വലിയ വലിയ രോഗങ്ങൾ കൊണ്ട് മാത്രമേ അത് മാറുകയുള്ളൂ എന്നാണോ? ഒരിക്കലുമല്ല. നമ്മൾ അനുഭവിക്കുന്ന ചെറുതും വലുതുമായ ഏതൊരു പ്രയാസങ്ങൾ കൊണ്ടും നമുക്ക് ഈ പറയപ്പെട്ട അനുഗ്രഹം ലഭ്യമാകും. നമ്മളുടെ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കഴുകിക്കളയും, അല്ലേ? അത് ഒരുപക്ഷെ ചിലപ്പോൾ പനിയായിരിക്കാം. അതുകൊണ്ടാണ് അത്തരത്തിലുള്ള ഹദീസ് നമുക്ക് ഉദ്ധരിക്കപ്പെട്ടത് കാണാം. ഉമ്മു സായിബ് റളിയല്ലാഹു അൻഹ അവര് പ്രയാസം അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ രോഗിയായി ഇരിക്കുന്ന ഒരു അവസ്ഥയിൽ പ്രവാചകൻ അവരോട് ചോദിക്കുകയാണ്, എന്ത് പറ്റി നിങ്ങൾക്ക് എന്ന് ചോദിക്കുമ്പോ അവർ പറയുന്നുണ്ട്, അൽഹുമ്മ ലാ ബാറകല്ലാഹു ഫീഹാ, പനിയാണ്, അള്ളാഹു ഈ രോഗത്തിന് ബറക്കത്ത് ചൊരിയാതിരിക്കട്ടെ. അവർ പ്രാർത്ഥിക്കുകയാണ് അതിനെതിരെ. അഥവാ മനുഷ്യന്മാർക്ക് ചില പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ അവരറിയാതെ പറയുന്ന ചില മോശപ്പെട്ട വർത്തമാനങ്ങൾ അവരുടെ വായിൽ നിന്നും അറിയാതെ വന്നുപോയി. ആ സമയത്ത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തി കൊടുക്കുകയാണ്, അങ്ങനെ പറയാൻ പാടില്ല. കാരണം നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ഹദീസ് പ്രവാചകൻ പഠിപ്പിച്ചു കൊടുക്കുന്നു. അഥവാ നമുക്ക് നേരിടുന്ന രോഗങ്ങൾ, പ്രയാസങ്ങൾ നമ്മളുടെ പാപങ്ങളെ കഴുകിക്കളയുന്നതാണ്. അതുകൊണ്ട് രോഗങ്ങൾക്കെതിരെ നിങ്ങൾ ശപിക്കാൻ പാടില്ല, മോശപ്പെട്ട സംസാരങ്ങൾ നടത്തരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പൊ ചിലപ്പോൾ ഉപദേശങ്ങൾ ആ നിലക്കായിരിക്കും.
അവർ ചിലപ്പോൾ രോഗങ്ങളെ കുറ്റപ്പെടുത്തി ഞങ്ങൾക്കിനി ജീവിക്കാൻ താല്പര്യമില്ല എന്നൊക്കെ പറയുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. എന്റെ ജീവിതം ഞാൻ മടുത്തു എന്നൊക്കെ പറയുന്ന ആളുകൾ ചിലപ്പോൾ അവർക്ക് നല്ല നസീഹത്തുകൾ, നല്ല ഉപദേശങ്ങൾ അവർക്ക് കൊടുക്കുക. അവർ ചിലപ്പോൾ മറവി സംഭവിച്ചതായിരിക്കാം. മനുഷ്യന്മാരാണ് ചിലപ്പോൾ അവർക്ക് ഏതെങ്കിലും നിലക്കുള്ള ചിന്തകൾ അവരിലേക്ക് കടന്നുകൂടുകയും പിശാച് അവരെ മനസ്സിൽ ഇത്തരത്തിൽ നിരാശ ബാധിക്കുകയും ചെയ്തേക്കാം. നമുക്ക് നല്ല ഉപദേശങ്ങൾ, നിർദ്ദേശങ്ങൾ അവർക്ക് കൊടുക്കാൻ സാധിച്ചാൽ സഹോദരന്മാരെ അത് വളരെ വലിയ സഹായകരമായിരിക്കും. അവർക്ക് അവരുടെ ജീവിതത്തിൽ ആ പ്രയാസത്തെ തരണം ചെയ്യാൻ അത് വളരെ ഉപകാരപ്രദമായിരിക്കും എന്ന് നമ്മൾ തിരിച്ചറിയുക. ഇത്തരത്തിലുള്ള ഗുണകരമായ ആദാബുകൾ നമ്മൾ മനസ്സിലാക്കി വെക്കുകയും അത് നമ്മളുടെ ജീവിതത്തിൽ പാലിക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله وعلى آله وصحبه أجمعين أما بعد. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രോഗികളെ സന്ദർശിക്കുമ്പോൾ ചില ഹദീസുകളിൽ കാണാം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നുവെന്ന ലാ ബഅസ് തഹൂറുൻ ഇൻഷാ അല്ലാഹ്, കുഴപ്പമൊന്നുമില്ല, എത്രയും പെട്ടെന്ന് ശമിക്കും എന്ന് പ്രവാചകൻ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുമായിരുന്നുവെന്ന. ഇത് രോഗിയെ സന്ദർശിക്കുന്ന ആളുകൾ പാലിക്കേണ്ട മര്യാദകളിൽപ്പെട്ടതാണ്. അവരെ സമാശ്വസിപ്പിച്ചുകൊണ്ടുള്ള സംസാരങ്ങളായിരിക്കണം നമ്മൾ നടത്തേണ്ടത്. അവർക്ക് പ്രയാസമുണ്ടാക്കുന്ന, അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, അവരുടെ രോഗത്തെ തന്നെയും അധികരിപ്പിക്കുന്ന നിലക്കുള്ള സംസാരങ്ങൾ അത് നമ്മളിൽ നിന്ന് വന്നു പോകാൻ പാടില്ല എന്നുള്ളതാണ്. ചിലപ്പോ നമ്മൾ അവരുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവരുടെ ചില ഇടപെടലുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മളുടെ സംസാരം അവർക്ക് തൃപ്തികരമല്ല, അല്ലെങ്കിൽ കേട്ടിരിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ട്, അങ്ങനെ ശാരീരികമായി അവർക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന് തോന്നിയാൽ നമ്മൾ സംസാരം നിർത്തുക. ഇനി അതല്ല, അവർക്ക് കുറച്ചൊക്കെ സംസാരം കേൾക്കാനും ഒരാളോടൊക്കെ ഒന്ന് വർത്താനം പറഞ്ഞിരിക്കാനും ഒക്കെ അവർക്കൊരു പ്രേരണയുണ്ട്, താല്പര്യമുണ്ട് എങ്കിൽ നമ്മൾ കുറച്ച് ഇരുന്നു കൊടുക്കുക, സംസാരിക്കുക. അപ്പൊ സാഹചര്യങ്ങൾക്കനുസരിച്ച് അവരോട് ഇടപെടാനും ഉപദേശം കൊടുക്കാനും നിർദ്ദേശങ്ങൾ കൊടുക്കാനും നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. ചില മഹാന്മാരായ സലഫുകൾ പറഞ്ഞതുപോലെ സുഫിയാനു സൗരി റഹ്മഹുള്ളയെ പോലെയുള്ള സലഫുകളിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടത് കാണാം. ഹമാഖത്തുൽ ആഇദി, അദ്ദേഹം പറയുകയാണ്, സന്ദർശകനായ ഒരു മനുഷ്യൻ പ്രവർത്തിക്കുന്ന വിഡ്ഢിത്തരം, അബദ്ധം, അശർറു അലൽ മർദാ മിൻ അംറാദിഹിം, ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം അയാൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന രോഗത്തെക്കാൾ ചിലപ്പോൾ ഗുരുതരമായി പ്രയാസമായി അയാൾക്ക് അനുഭവപ്പെടുക സന്ദർശകനായ മനുഷ്യന്റെ ഇടപെടലിലൂടെ ആയിരിക്കും, അവരുടെ വിഡ്ഢിത്തരത്തിലൂടെ ആയിരിക്കും. അദ്ദേഹം കുറച്ചുകൂടെ വിശദീകരിച്ച് പറയുകയാണ്, യജീഊന മിൻ ഖൈരി വഖ്തിൻ, അനുയോജ്യമല്ലാത്ത സമയത്ത് കടന്നു വരും, എന്നിട്ടോ വയുതീറൂനൽ ജുലൂസ്, അങ്ങനെ അങ്ങോട്ട് ഇരിക്കും. അവരുടെ സാഹചര്യവും സന്ദർഭവും പരിഗണിക്കാതെ അവരോടൊപ്പം അങ്ങനെ സുദീർഘമായ സമയം അവരോടൊപ്പം ഇരിക്കും, ചിലവഴിക്കും. ഇത് അദ്ദേഹം രോഗിയെ കണ്ടറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കേണ്ടതുണ്ട് എന്നതിനൊരു ഉപമ പറഞ്ഞു നൽകിയതാണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു സാഹചര്യം പരിഗണിക്കണമെന്ന് പഠിപ്പിച്ചു നൽകിയതാണ്. ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ സാഹചര്യവും സന്ദർഭവും കണ്ടറിഞ്ഞുകൊണ്ട് ഇടപെടാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. ഉപദേശം വേണ്ടിടത്ത് ഉപദേശം കൊടുത്തുകൊണ്ട്, നിർദ്ദേശം വേണ്ടിടത്ത് നിർദ്ദേശം കൊടുത്തുകൊണ്ട്, അങ്ങനെ പരസ്പരം നല്ല ഒരു സന്ദർശനം നമുക്ക് വാർത്തെടുക്കാൻ സാധിക്കേണ്ടതുണ്ട്. ചില സലഫുകളിലൊക്കെ കാണാം, ഉമർ ബിൻ അബ്ദുൽ അസീസ്, രണ്ടാം ഉമർ എന്നറിയപ്പെടുന്ന ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ്, അദ്ദേഹം രോഗിയായ സമയത്ത് അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ഒരു മനുഷ്യൻ വരികയാണ്. എന്നിട്ട് അദ്ദേഹത്തെ സന്ദർശിച്ചുകൊണ്ട് ചില സംസാരങ്ങൾ നടത്തി. അദ്ദേഹം പറഞ്ഞു, ഇന്ന ഹാദിഹിൽ ഇല്ല മാ ശുഫിയ മിൻഹാ ഫുലാൻ, അല്ലെ, ചില ആളുകളൊക്കെ സംസാരത്തിൽ വരാറുള്ള കാര്യമാണത്. ഈ രോഗം ഇതുപോലെ തന്നെ മറ്റൊരാൾക്ക് വന്നിരുന്നു, അയാൾക്ക് അതിൽ നിന്ന് ശമനം കിട്ടിയിട്ടില്ല, അയാള് ആ രോഗത്തിൽ മരണപ്പെട്ടു പോയി. ഇങ്ങനെയുള്ള വർത്തമാനങ്ങളൊക്കെ ഇദ്ദേഹത്തോട് സംസാരിക്കുകയുണ്ടായി എന്നാണ്. ആ സമയത്ത് അദ്ദേഹം തിരിച്ചു മറുപടി പറഞ്ഞു എന്നാണ്, ഇങ്ങനെ നിങ്ങൾ ഒരാളെ സന്ദർശിക്കുമ്പോ ഇന്ന മരണപ്പെട്ടവരുടെ കണക്ക് പറഞ്ഞുകൊണ്ട് ആളുകളെ ഭയപ്പെടുത്തരുത്, അത്തരത്തിൽ സംസാരം നടത്താൻ പാടില്ല. അതുകൊണ്ട് ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് മടങ്ങി വരരുത് എന്നുള്ള നിലയ്ക്ക് ഒരു ആക്ഷേപത്തോടുകൂടെ അദ്ദേഹത്തോട് പ്രതികരിച്ചു എന്ന് ചില അസറുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, രോഗികളെ സന്ദർശിക്കുമ്പോൾ അത്തരത്തിലുള്ള മര്യാദകൾ പാലിച്ചുകൊണ്ട് നമ്മൾ സന്ദർശിക്കുക എന്നുള്ളതാണ്.
അതല്ല എങ്കിൽ സഹോദരന്മാരെ, നമുക്ക് ലഭ്യമാകാനിരിക്കുന്ന പ്രതിഫലം നഷ്ടപ്പെടുമെന്ന് മാത്രമല്ല, അവർക്ക് രോഗം വർദ്ധിപ്പിച്ചതിന്റെയും അവർക്ക് പ്രയാസമുണ്ടാക്കിയതിന്റെയും ആ ബുദ്ധിമുട്ടുകൾ കൂടെ, ആ ഷെറുകൾ കൂടെ നമ്മൾ വഹിക്കേണ്ടി വരും എന്ന് നമ്മൾ തിരിച്ചറിയുക. അത്തരത്തിൽ കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അള്ളാഹുവിന്റെ പ്രവാചകന്റെ സുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിൽ മുറുകെ പിടിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വ്യത്യസ്തമായ ഭാഗങ്ങളിൽ നമ്മുടെ സഹോദരന്മാർ പല വിധത്തിലുള്ള പ്രയാസങ്ങളിലാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ പ്രയാസങ്ങൾ ദൂരീകരിച്ചു കൊടുത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല എളുപ്പം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരി സഹോദരന്മാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുകയും ഖബറിടങ്ങൾ വിശാലമാക്കുകയും നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ എന്നെയും നിങ്ങളെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. നാം ചെയ്ത മുഴുവൻ സൽക്കർമ്മങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു മാപ്പാക്കി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. آمين آمين برحمتك يا أرحم الراحمين.